أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നിരന്തരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള, മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതക വാർത്തകൾ നിരന്തരമായി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവുകയാണ്. ഒന്നുകിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച്, അല്ലെങ്കിൽ കൊലപാതകങ്ങളിൽ നേരത്തെ നടന്ന കൊലപാതകങ്ങളുടെ വിധികളെ കുറിച്ച് ഒക്കെ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ അവരുടെ കൈകളാൽ കൊല്ലപ്പെടുന്നു. ഒരു മനുഷ്യൻ ഒരു കൊലക്കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് അതിനിടയിൽ നിന്ന് പുറത്തിറങ്ങി രണ്ടുപേരെ കൊന്നു എന്ന സംഭവം നമ്മൾ കേൾക്കുന്നുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ജില്ലയിൽ സ്വന്തം മാതാവിനെ അയൽവാസിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ആയുധം വാങ്ങിച്ചു കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടി വന്നു. സ്കൂൾ ബസ്സിൽ വെച്ച് സ്കൂൾ കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടായി. ഒരു കുട്ടി തന്റെ സഹപാഠിയുടെ കഴുത്തിന് 3 കുത്ത് നൽകി എന്നാണ് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചത്. പൊതുവിൽ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കേട്ട് മനസ്സ് മരവിച്ചു പോകുന്ന തരത്തിൽ നിരന്തരമായി ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, കാലത്തിന്റെ ഒരു ഘട്ടം വരാനുണ്ട്, അന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സാഅ, ലോകാവസാനത്തെക്കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. ഫഖാല, നബി പറഞ്ഞു, ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജ്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ, ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ്. എന്നാൽ ലോകാവസാനം അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതിന്റെ സമയത്തെക്കുറിച്ച് അവനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. വലാകിൻ ഉഖ്ബിറുകും ബിമശാരിതിഹാ വമാ യകൂനു ബൈന യദൈഹാ, എന്നാൽ ലോകാവസാനത്തിന് മുമ്പ് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ അടയാളങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബൈന യദൈഹാ ഫിത്നതൻ വഹർജ,
ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് ചില പരീക്ഷണങ്ങൾ, ചില കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാകാനുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടാകാനുണ്ട്. വഹർജൻ, ഹർജും സംഭവിക്കാനുണ്ട്. സ്വഹാബിമാർ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ ഫിത്നതു ഖദ് അറഫ്നാഹാ, ഫിത്ന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പരീക്ഷണങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, കുഴപ്പങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. വമൽ ഹർജ് ഫൽ ഹർജു മാ ഹുവ, എന്താണ് നബി ഹർജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ബിലിസാനിൽ ഹബശതി അൽ ഖത്ൽ, അബസീനിയക്കാരുടെ, എത്യോപ്യക്കാരുടെ ഭാഷയിൽ കൊലപാതകത്തിനാണ് അങ്ങനെ പറയുക. ആളുകൾക്കിടയിൽ വലിയ തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാകും. പരസ്പരം എന്തിനാണ് കൊല്ലുന്നതെന്നോ കൊല്ലപ്പെടുന്നതിനെന്നോ അറിയാത്ത വിധം ആളുകളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വാചകത്തെ നമ്മൾ പുതിയ സാഹചര്യങ്ങളുമായി വിലയിരുത്തുമ്പോൾ അതിനോട് സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന, ഒത്തുചേരുന്ന ഒരുപാട് അടയാളങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഹദീസിൽ നബിയോട് ഹർജ് എന്താന്ന് ചോദിച്ചപ്പോൾ നബി കൈകൊണ്ടാഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, കൊലപാതകങ്ങളാണ്. ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അഥവാ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫിത്നയോട് ചേർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയ പരീക്ഷണത്തിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനത്തെ ഒരു സന്ദർഭമാണ്. പ്രവാചകന്റെ ഹദീസുകൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഈ കാലത്തോടും സമയത്തോടും സംഭവ വികാസങ്ങളോടും വലിയ രൂപത്തിലുള്ള സാദൃശ്യം നമുക്ക് തോന്നുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം കാണാം, ബാദിറു ബിൽ അഅമാൽ ഫിത്ന, ഫിത്നയുടെ കാലത്ത് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ധൃതി കാണിക്കുക. കൂരിരുട്ടുള്ള രാവിനെ പോലെയാണ് അന്ന് ഫിത്നകൾ ഉണ്ടാവുക, പരീക്ഷണങ്ങൾ ഉണ്ടാവുക. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, നേരം പുലരും മുഅ്മിനായിരുന്നവൻ രാത്രിയാകുമ്പോൾ കാഫിറായി പോകുന്നു. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, ഉറങ്ങാൻ മുഅ്മിനായി കിടന്നവൻ നേരം വെളുക്കുമ്പോ അവൻ കാഫിറായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയാ, ആളുകൾ ദുന്യവിയായ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ കാലത്ത്, ആ പരീക്ഷണങ്ങളുടെ കാലത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് നന്മകൾ കൊണ്ട് അടുക്കണം, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണം, മത്സരിക്കണം എന്ന് പ്രവാചകൻ പറയാം. സഹോദരങ്ങളെ, അത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നത് പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ്. സ്വാലിഹാത്തുകൾ കൂട്ടേണ്ട ഒരു സമയമാണ്, അല്ലേ? നേരം വെളുക്കുമ്പോ മുസ്ലിമായി ജനിച്ചവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാവാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഅ്മിനായി കിടന്നവൻ നേരം പുലരുമ്പോഴേക്ക് അവൻ കാഫിറായി പോവുക, അവിശ്വാസിയായി പോവുകയാണ്. മതത്തിനെതിരെ സംസാരിക്കുന്നു, മതനിന്ദ സംസാരിക്കുന്നു, മതനിഷേധം പ്രവാചകനെ തെറി പറയുന്നു, ഇസ്ലാമിക നിയമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് പരസ്യമായി പറയുന്നു. നിരീശ്വരവാദത്തിന്റെ, നിർമ്മതവാദത്തിന്റെ ആശയങ്ങൾ മതത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉറക്കെ പറയാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചുരുക്കമെങ്കിലും ആളുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ, അള്ളാഹുവിന്റെ പ്രമാണങ്ങളെക്കാൾ തന്റെ യുക്തിയും ബുദ്ധിയും ഒക്കെയാണ് വലുത് എന്ന് ചിന്തിച്ച് മതത്തെയും മതശാസനകളെയും അവമതിച്ച് കാണിക്കുകയും സ്വന്തം കഴിവും ശേഷിയും പ്രകടിപ്പിക്കാൻ മതവിരുദ്ധമായ ജീവിതക്രമങ്ങളിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. മതത്തെ തുച്ഛമായ കാര്യം ദുനിയാവിന് വേണ്ടി വിറ്റുകളയുന്ന ആളുകളെയും നമുക്ക് കാണുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വഹാബിമാരിലെ പ്രഗൽഭനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ചില വാചകങ്ങൾ കാണാം. എന്താണത്? ഖാല, അദ്ദേഹം പറയാണ്, നാദാ മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ജാമിഅ. ഒരിക്കൽ പ്രവാചകന്റെ വിളിച്ചു പറയാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആൾ അനൗൺസ് ചെയ്തു, ഇതാ നമസ്കാരം സമാഗതമായിരിക്കുന്നു. ഫജ്തമഅനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞങ്ങളെല്ലാവരും മദീന പള്ളിയിൽ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു നിന്നു. അപ്പോ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹു, തനിക്കറിയാവുന്ന
തന്റെ എല്ലാ നന്മകളും തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു പ്രവാചകനും മുമ്പ് കടന്നുപോയിട്ടില്ല. എന്റെ മേലും ആ ബാധ്യതയുണ്ട്. എനിക്കറിയാവുന്ന നന്മ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അതുപോലെ തന്നെ അറിയാവുന്ന തിന്മകളെ കുറിച്ച് താക്കീത് ചെയ്യണം. ഇതാ അത് തെറ്റാണ്, അത് തിന്മയാണ്, അത് കുറ്റമാണ്, അത് ചെയ്താൽ നരകമുണ്ട്, ശിക്ഷയുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയൽ ഒരു പ്രവാചകന്റെ മേൽ നിർബന്ധമാണ്. ഇത് നന്മയാണ്, ഇത് സ്വർഗത്തിന്റെ വഴിയാണ്, ഇത് ചെയ്താൽ പരലോകത്ത് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കൽ. ഏതൊക്കെ നന്മകളെ കുറിച്ച് ഒരു പ്രവാചകൻ അറിയുമോ ആ പ്രവാചകൻ അത് പഠിപ്പിക്കൽ നിർബന്ധമാണ്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഒരു പ്രവാചകൻ ഇതിങ്ങനെ വിശദീകരിച്ചത് ഈ ആമുഖം പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താ പറയുന്നത്? വ ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ. ഇതാ എന്റെ ഈ സമുദായം ഉണ്ടല്ലോ, ഈ സമുദായം നിങ്ങളുടെ ആഫിയത്ത്, അതിന്റെ എല്ലാ സൗഖ്യങ്ങളും സുഖങ്ങളും നന്മകളും അത് ഫി അവ്വലിഹാ, സമുദായത്തിന്റെ ആദ്യകാലക്കാരിലാണ്. പിന്നെയോ വസയുസീബു ആഖിറുഹാ ബലാഉൻ വ ഉമൂറുൻ തുൻകിറൂനഹാ. ഈ സമുദായത്തിന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ അവസാന കാലക്കാരായ ആളുകൾക്ക് കുറെ പരീക്ഷണങ്ങൾ ബാധിക്കാനുണ്ട്, ബലാലുകൾ ബാധിക്കാനുണ്ട്. മാത്രവുമല്ല വ ഉമൂറുൻ തുൻകിറൂനഹാ, നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന കുറെ പ്രതിസന്ധികൾ ഈ ഉമ്മത്തിന്റെ അവസാന നാളിലെ ആളുകൾക്ക് കടന്നു വരാനുണ്ട്. തജീഉൽ ഫിത്നതു ഫയുറഖഖു ബഅദുഹാ ബഅദാ. പിന്നെ കുറെ ഫിത്നകൾ കടന്നു വരും, പരീക്ഷണങ്ങൾ ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. കൈവെള്ളയിൽ തീക്കനൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെയല്ലാതെ തന്റെ ഈമാന് കൊണ്ട് ഒരു മുഅ്മിനിന് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലം കടന്നു വരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രമേൽ കടുത്ത പരീക്ഷണങ്ങൾ അല്ലെ, ഞെട്ടറ്റുപോയ നൂലറ്റുപോയ മാലയിലെ മുത്തുമണികൾ എങ്ങനെ ഉതിർന്നു വീഴുന്നുവോ അതുപോലെ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ വിശ്വാസികളിലേക്ക് ഇങ്ങനെ കടന്നു വരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. സഹോദരങ്ങളെ, നമുക്കിഷ്ടമല്ലാത്ത, നമുക്കനിഷ്ടകരമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോ, മുസ്ലിം ഉമ്മത്തിന് നേരെ അതിക്രമങ്ങൾ പെരുകുമ്പോ, മുസ്ലിം ഉമ്മത്തിന് നേരെ ആക്ഷേപങ്ങൾ കടന്നു വരുമ്പോ, മുസ്ലിം ഉമ്മത്ത് ഒരു ക്രൈസിസ് പോയിന്റിൽ നിന്ന് ക്രൂശിക്കപ്പെടുമ്പോ ആരെങ്കിലും പഴി പറയുകയല്ല. നമ്മൾ ജീവിക്കുന്നത് പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലാണോ എന്ന് സ്വന്തത്തോട് ചോദിക്കണം, ആവർത്തിച്ച് ചിന്തിക്കണം. ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, എന്റെ മതം എന്താണ് എന്നെ പഠിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ആരെയും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, സാഹചര്യങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കെട്ടകാലമാണെന്ന് കാലത്ത് ആക്ഷേപിച്ചത് കൊണ്ട് കാര്യമില്ല. കാലത്തെ ചീത്ത പറയുന്നത് തന്നെ ഇസ്ലാമിന് വിരുദ്ധമായ സമീപനമാണ്. കാലത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് പരീക്ഷണങ്ങളുടെ കാലമാണിത്. ഇത് പരീക്ഷണങ്ങൾ അല്ലാഹുവിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രവാചകൻ ഒന്നിങ്ങനെ വരുമ്പോ മറ്റേത് ചെറുതായി പോകും. ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം. നിങ്ങൾ വിചാരിക്കും, നബി പറയാണ് ഒരു പരീക്ഷണം കടന്നു വരുമ്പോ വിശ്വാസി പറയും ഹാദിഹി, ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം, ഇതാണ് പ്രവാചകൻ പ്രവചിച്ച ഏറ്റവും വലിയ പരീക്ഷണം. പക്ഷെ അടുത്തത് വരാനിരിക്കുന്നത് അതിനേക്കാൾ വലുതായിരിക്കും. ഞാൻ പറയുന്നത്, ഈ വാചകങ്ങൾ കേൾക്കുമ്പോ, പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറെ ചിത്രങ്ങളുണ്ടാകും, കുറെ സംഭവങ്ങളുണ്ടാകും, കുറെ അവസ്ഥകളുണ്ടാകും, സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്ന് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. പക്ഷേ അതങ്ങനെ തന്നെ ആകണമെന്ന് പ്രതീക്ഷിക്കാൻ സഹോദരങ്ങളെ നിർവാഹമില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെട്ടേക്കാം. അതാണ് ഒരു വിശ്വാസി പ്രതീക്ഷിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബദഅൽ ഇസ്ലാമു ഗരീബാ സുമ്മ യഊദു അരീബാ കമാ ബദഅ. ഇസ്ലാം ആ അപരിചിതത്വത്തിലേക്ക് മടങ്ങിപ്പോകും. കമാ ബദഅ, എങ്ങനെയാണോ അപരിചിതത്വത്തോടുകൂടി ഇസ്ലാമിന് തുടക്കം കുറിച്ചത് എന്നതുപോലെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് ഇസ്ലാമിനെ പറഞ്ഞപ്പോ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ദഅവത്ത് നടത്തിയപ്പോ, മുഹമ്മദേ ഇതേതാ ദീൻ, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, ഇതൊരു പുതിയ മതമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ ഇതേതാണ് ഒരു അപരിചിത മതമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ലോകം മാറുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ടോ പ്രവാചകൻ പറയണം, അന്ന് ശരിയായ ഇസ്ലാമിൽ നിന്ന് ആളുകൾ നീ പറയുന്നത് എന്തൊരു മതമാണോ എന്ന് ചോദിക്കുമ്പോഴും ഖുർആനും സുന്നത്തും പഠിപ്പിച്ച കാലത്തിന്റെ കുത്തൊഴുക്കിൽ പല പല ബിദ്അത്തുകളും കൂടിച്ചേർന്ന്, ശിർക്കുകൾ കൂടിച്ചേർന്ന് മലിനമായ അത്തരം തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്ന് ശരിയായ ദീനനുസരിച്ച് ജീവിക്കുന്ന ഉറബാഉകളുണ്ടല്ലോ, അപരിചിതർ, അവർക്കാണ് മംഗളം. അവർക്കാണ് മംഗളം. തൂബ എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് ആശംസകൾ, മംഗളം എന്നാണ്. എന്നാൽ അതോടൊപ്പം അതിന്റെ വ്യാഖ്യാനങ്ങളിൽ അത് സ്വർഗത്തിലുള്ള ഒരു മരമാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അവിടെ ആ മരം ലഭിക്കും, സ്വർഗം ലഭിക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നത്, പ്രവാചകരെ ആരാണ് അപരിചിതർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ പിഴച്ചുപോയാൽ, ജനങ്ങൾ തിന്മയിൽ മുഴുകിയാൽ, ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നുപോയാൽ അവിടെ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവൻ, ജനങ്ങളെ നന്നാക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരാണ് ഖുറബാഉകൾ. സഹോദരങ്ങളെ, നമ്മൾ അപരിചിതരാണോ? അതല്ല ഈ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന കൂടികളാണോ നമ്മൾ? സ്വയം ഒന്ന് നമ്മൾ ചിന്തിക്കണം. മുസ്ലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ? അതല്ല, എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും കൂടിക്കലർന്ന, വിദ്അത്തുകൾ കൂടിച്ചേർന്ന ഒരു തെറ്റായ വിശ്വാസ മതാചാര ജീവിതത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടോ? അല്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം എന്താ മക്തുബറയിലേക്ക് ആളുകൾ അങ്ങോട്ട് വിളിക്കല, ജാറങ്ങളിലേക്ക്, അവിടെ ശിർക്ക് ചെയ്യാൻ, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലല്ലാത്ത ജാറങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് നേർച്ച അർപ്പിക്കാൻ. ഇതൊക്കെ ഇബാദത്തുകളല്ലേ? അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ ജാറങ്ങളിലേക്ക് മരിച്ചുപോയ മഹാന്മാർക്ക് നൽകാൻ വേണ്ടി ജാറങ്ങളിലേക്ക് അങ്ങോട്ട് വിളിക്കല. കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ അയച്ചു. എന്തറിയോ? ജാറം ചുമന്ന് ആളുകളുടെ വീടുകളിലേക്ക് അങ്ങോട്ട് പോകുക, മഖാമിന്റെ രൂപത്തിൽ സംഗതി ചുമന്നിങ്ങനെ ആളുകൾ. ഇസ്ലാമിന്റെ പേരിലാണ് സഹോദരങ്ങളെ. ഇതാണോ മതം? ഇതെന്തു മതമാണ്? ഇതാര് പഠിപ്പിച്ച മതമാണ്? ഇത് അള്ളാന്റെ റസൂലിന് പരിചയമുള്ള മതമാണോ? ഇത് സ്വഹാബത്തിന് പരിചയമുള്ള മതമാണോ? എന്താ ആളുകൾ ചുമലിൽ കുറെ ആളുകൾ പഴക്കുലകളേറ്റി ജാറങ്ങളിലേക്ക് വഴിപാടിന് വേണ്ടി കൊണ്ടുപോകുന്നു. എന്തൊക്കെ നമ്മൾ കാണുന്നു? എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലിയവരായി മരിച്ചുപോയ മനുഷ്യന്മാരെ സ്ഥാപിക്കുന്ന, വലിയാണ് എന്ന് പോലും ഉറപ്പില്ലാത്ത ആളുകൾ, അവനാണ് പടച്ചവൻ, അവർ വിചാരിക്കാതെ ലോകത്തൊന്നും നടക്കൂല എന്ന് ഉസ്താദുമാര് ജനങ്ങളോട് പ്രസംഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണിത്. അത്രമേൽ ദീനിനെ തുച്ഛമായ വിലക്ക്, തുച്ഛമായ ദുനിയാവിന് വേണ്ടി, ഇവിടുത്തെ അധികാരങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സമ്പത്തിന് വേണ്ടി, ഇവിടുത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആദരവ് കിട്ടാൻ വേണ്ടി, മതത്തെ വിൽക്കുന്ന, മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും ഇങ്ങനെ പെരുകയാണ്. ശരിയായ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമല്ല. ഇവിടെ ദീന് എന്ന് പറഞ്ഞാൽ അത് ഖബറായി മാറി. ഇവിടെ ദീന് എന്ന് പറഞ്ഞാൽ നേർച്ചകളായി മാറി. അല്ലേ? ഞാൻ അങ്ങനെ വരുമ്പോ അവിടെ പട്ടാമി നേർച്ചയുടെ പുതിയ ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ജാറവുമായി അതിന് ബന്ധപ്പെടുത്തിയാണല്ലോ അത് ഇപ്പോൾ നടക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണോ അല്ലേ എന്നുള്ളതല്ല. എല്ലായിടത്തും ഇങ്ങനെ തുടങ്ങിയത്. ഇതൊക്കെ ദീനുമായിട്ട് എന്താ ബന്ധം? ഇതിനൊക്കെ മതമായിട്ട് എന്താ ബന്ധം? സഹോദരങ്ങളെ, യഥാർത്ഥ ദീനില്ലാതെയായിത്തീർന്നു. ആളുകൾക്ക് കല്യാണം കഴിക്കുമ്പോഴും മരിച്ചാലും മാത്രം മതി ദീൻ എന്നുള്ളിടത്തേക്ക് എത്തി. കബറടക്കാൻ, മയ്യത്ത് നിസ്കരിക്കാൻ ആള് വേണം, കബർ കുഴിക്കാൻ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണ് വേണം. ഇത് മാത്രമാണ് ആൾക്കാർക്ക് ദീന് വേണ്ടത്. കല്യാണം കഴിക്കുമ്പോ നിക്കാഹ് അയച്ചു കൊടുക്കാൻ ഒരാൾ വേണം. അല്ലേ? പള്ളിയിലെ രജിസ്റ്ററിൽ ഒപ്പിടണം, പള്ളിയിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. അത് കഴിഞ്ഞാലും ശേഷവും അവിടെ ദീനല്ല നടക്കുന്നത്. വിവാഹത്തിന്റെ ഒരു ദിവസം മുഴുവൻ പോലും ദീന് വേണ്ടാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറി. മതമെന്നാൽ അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നടക്കുന്നത് എന്താ? എല്ലാ രാത്രി മൗലൂദോത്താണ്. ഇത് എവിടുന്ന് വന്നതാ? ഇതെവിടെ നിന്ന് വന്നതാ? ഇതാര് പഠിപ്പിച്ചതാ?
ഇനി റമദാൻ വരാൻ പോവാണ്. റമദാനിൽ ഖുർആൻ ഇറങ്ങിയ മാസം. അന്നും രാത്രി നടക്കുന്നത് പള്ളികളിൽ കേൾക്കുന്ന മൗലിദ് പാരായണം. അന്നും റമദാൻ 17-ന് യാ അഹ്ല ബദ്രി ശുഹദാ എന്ന ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. ബദറിന്റെ മണ്ണിൽ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത അതേ അഹ്ലു ബദറിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ആരുടെ രീതിയാണ്? എത്യോപ്യയിലേക്ക് അബിസീനിയയിലേക്ക് ഹിജ്റ പോയി വന്ന കഥകൾ പ്രവാചകന്റെ ഭാര്യമാരിങ്ങനെ ചർച്ച ചെയ്യാണ്. ഞങ്ങൾ അവിടെ പോയി അവിടെ വലിയ ക്രൈസ്തവ പള്ളികൾ കണ്ടു. അവിടെ കൊത്തിയുണ്ടാക്കിയ ധാരാളം മനുഷ്യരുടെ ചിത്രങ്ങൾ കണ്ടു. പറയണേ, അവരെങ്ങനെയാണ്, ക്രൈസ്തവരെങ്ങനെയായിരുന്നു? അവരിലെ മഹാന്മാരോ പ്രവാചകന്മാരോ മുമ്പ് മരിച്ചുപോയാൽ അവരുടെ കബറിടങ്ങൾ കെട്ടിയുണ്ടാക്കി ആരാധനാലയങ്ങളാക്കും. ഭൂമിക്ക് പുറത്ത് ഏറ്റവും ശർറായ മനുഷ്യന്മാർ, ഏറ്റവും മോശക്കാർ, അള്ളാന്റെ ഭൂമിയിൽ ആകാശത്തിനു താഴെ ഏറ്റവും മോശക്കാർ. ഹദീസിലെ വാചകങ്ങളാണ് സുഹൃത്തുക്കളെ. എന്താ? മരിച്ചുപോയ മനുഷ്യരുടെ ഖബറുകൾ കെട്ടിയുണ്ടാക്കി അതിൽ ആരാധന നടത്തുന്നവരാ. അതല്ലേ കാണുന്നത്. പ്രവാചകൻ പറഞ്ഞതെന്താ? ലോകത്തിന്റെ അവസാനം വരുമ്പോ ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ വബാഅൻ ബിബാഇൻ. ചാണിന് ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ജൂതന്മാരെ, ക്രൈസ്തവരെ, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിങ്ങൾ പിന്തുടരുന്ന ഒരു കാലമുണ്ടാകും. പുരോഹിതന്മാർ പൗരോഹിത്യം എന്നുള്ളത് ഇസ്ലാമിലുള്ളതല്ല. പുരോഹിതന്മാർ പറയുന്നതല്ല ദീന്, ഉസ്താദുമാർ പറയുന്നതല്ല ദീന്. ഖുർആനിലും സുന്നത്തിലുമുള്ളതാണ്. സ്വഹാബാ കിറാം അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്നതാണ് ദീന്. അതിലുള്ളത് ആര് പറഞ്ഞാലും അത് ദീനാണ്, അതിലില്ലാത്തത് ആര് പറഞ്ഞാലും അത് ദീനല്ല. എന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പകാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ മാമൂലിതാണ്, ഞങ്ങളുടെ ആചാരതാണെന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവരുടെ മതമാണ്, അത് ജൂതവരുടെ രീതിയാണ്. പ്രവാചകൻ പറഞ്ഞതാണ്. അതേ അവസ്ഥ പിന്തുടരും. ഏതുവരെ ലൗ അന്ന അഹദഹും ദഖല ജുഹറ റബ്ബി ദഖൽതുമുഹാ. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും അതിൽ കയറും. ഉടുമ്പിന്റെ മാളത്തിൽ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? പ്രയാസമുള്ള ഒരു പണിയാണ്. അങ്ങനെ അവർ ചെയ്താൽ നിങ്ങളോ ചെയ്യുന്നു. അത്രമേൽ അവർ ആ ഒരു കാഴ്ചയാണ് സഹോദരങ്ങളെ നമ്മളിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ കുറെ ആക്ഷേപം പറയാനല്ല, ഈ പ്രശ്നങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ അഭിപ്രായ ഭിന്നതകളും ഒരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്, ഒരു ബലാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അയാള് കാരണമാണ്, അത് ഇയാള് കാരണമാണ്, അല്ലേ? കാരണങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം, പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഇതൊരു ബലാണ്, ഇതൊരു ഫിത്നയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിൽക്കില്ല എന്ന് പറയലല്ല ഒരു വിശ്വാസിയുടെ രീതി. ഇവിടെ ആകെ തമ്മത്തല്ലാണ്, എല്ലാം നശിച്ചുപോയി എന്ന് വിലപിക്കലല്ല ഒരു വിശ്വാസിയുടെ രീതി. ഇതിനെ ഒരു പരീക്ഷണമായി മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകരുതേ എന്ന് സ്വയം നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ കഴിയണം. എന്നിട്ട് ഏതാണോ ഹഖ്, ഏതാണോ ശരി, ഏതാണോ പ്രമാണബദ്ധമായ നിലപാട്, അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം. ഏതാണോ ഖുർആനും സുന്നത്തും അനുസരിച്ച് പഠിപ്പിക്കപ്പെട്ട ദീൻ എന്നത് മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ എല്ലാം ഉപേക്ഷിച്ചു പോകലല്ല. ഇവിടെ മതനിഷേധങ്ങളിലേക്ക് ആളുകൾ പോകുന്നു, പ്രമാണ നിഷേധങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് കൂടെ ശരിയായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൂടെ നിൽക്കുമ്പോഴാണ് ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവരായി നമ്മൾ മാറി, പരീക്ഷണത്തിന്റെ അവസാന നാളുകളിൽ പരാജിതരായി നമ്മൾ മാറിപ്പോകുമെന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നോക്കൂ, ലോകാവസാനം സംഭവിക്കുമ്പോ കാലത്തിന്റെ അവസാന നാളുകളിൽ വരുന്ന പ്രയാസങ്ങളെ കുറിച്ച് പ്രവാചകൻ വീണ്ടും പറയുന്നത് കാണാൻ കഴിയും. മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്. സത്യസന്ധൻ വ്യാജനെന്ന് വിളിക്കപ്പെടുമെന്ന്. പിന്നെ വ്യാജന്മാർ സത്യസന്ധന്മാരെന്ന് വിളിക്കപ്പെടും. വിശ്വസ്തന്മാർ ചതിയന്മാരെന്ന് പരിചയപ്പെടുത്തപ്പെടും. അതുപോലെ തന്നെ ചതിയന്മാരായ ആളുകൾ അവരാണ് വിശ്വസ്തരെന്ന് പരിചയപ്പെടുത്തപ്പെടും. സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടാതെ ചില ആളുകൾ രംഗത്ത് വന്ന് സത്യത്തിന് സാക്ഷി നിൽക്കും. അല്ലാഹുവിനെ തൊട്ട് സത്യം ചെയ്യുമെന്ന് ആവശ്യപ്പെടാതെ തന്നെ വല്ലാഹി വല്ലാഹി പറഞ്ഞുകൊണ്ടിരിക്കും.
നബി പറയാണ് വയകൂനു അസ്അദുന്നാസി ബിദ്ദുനിയ ലുകഅബ് ഇബ്നു ലുകഅബ്. അന്ന് സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി പരിചയപ്പെടുത്തപ്പെടുക അവിടെ ഭൗതിക വിഭവങ്ങളിൽ മികച്ചു നിൽക്കുന്നവരായിരിക്കും. ഏറ്റവും മോശക്കാരായ മനുഷ്യനായിരിക്കും. അവന്റെ ദീന് നോക്കൂല, അവന്റെ വിജ്ഞാനം നോക്കൂല, അവന്റെ തഖ്വ നോക്കൂല, അവന്റെ ഈമാൻ നോക്കൂല. ആരാണ് അവിടുത്തെ നേതാവ്? അത് മറ്റു പല മാനദണ്ഡങ്ങളുമായിരിക്കും. അവൻ മദ്യപാനിയാണെങ്കിലും, അവൻ വ്യഭിചാരിയാണെങ്കിലും, അവൻ തോന്നിവാസിയാണെങ്കിലും, അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെങ്കിലും, അറിയോ, ഈ ആളുകൾ നേതാക്കന്മാരാക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകുമ്പോ അത് പരീക്ഷണത്തിന്റെ കാലമാണ്. വിശ്വസ്തൻ അവഗണിക്കപ്പെടുന്ന കാലമായിരിക്കും. ചതിയനാണെന്ന് പരിചയപ്പെടുത്തപ്പെടും. പിന്നെ ചതിയന്മാരാണ് ഏറ്റവും വലിയ അമീനുമാരായി, വിശ്വസ്തന്മാരായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ ഒരു പരീക്ഷണത്തിന്റെ കാലത്ത് വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സിന വ്യാപിക്കുന്ന, വ്യഭിചാരം പെരുകുന്ന പ്രവാചകൻ പറഞ്ഞു. സിന വ്യാപിക്കും. ഹദീസ് നോക്കാം. ഇന്ന മിൻ അശ്റാത്തി സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടത് അയ്യുർഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടുക എന്നത്. വയസ്ബുതൽ ജഹൽ, പിന്നെ വിവരക്കേട് സ്ഥാപിക്കപ്പെടുക എന്നത്. വയുശ്റബുൽ ഖംർ, മദ്യം വ്യാപകമാകും. വയദ്ഹറു സിന, വ്യഭിചാരം പ്രകടമാകും. അല്ലേ? വിശദീകരിക്കും. എന്തൊക്കെയാണ് കാണുന്നത്? ഇന്നലത്തെ വാർത്തകൾ കണ്ടില്ലേ? 9ാം ക്ലാസ്സിലെ പെൺകുട്ടി പ്രസവിച്ചു. ഇടുക്കി ജില്ലയിലെ വാർത്ത, ഇന്നലത്തെ വാർത്ത. 14 വയസ്സുകാരനാണ് കാരണക്കാരൻ. 14 വയസ്സുകാരനാണ് കാരണക്കാരൻ. ആളുകൾ എന്തിനാ ഇപ്പൊ വാദിക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിലാണ്. എന്താ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ളവന്റെ കൂടെ കിടക്കാനുള്ള, ഇഷ്ടമുള്ളവളുടെ കൂടെ കിടക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് വ്യക്തി സ്വാതന്ത്ര്യം. എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ് വ്യാപിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വാഹനങ്ങളിലെ യാത്രകളിൽ, ട്രെയിനുകളിൽ യാത്ര പോകുമ്പോ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചേഷ്ടകൾ അറിയോ, കണ്ണ് തുറന്നിരുന്നിരിക്കാൻ കഴിയാത്തത്. പാർക്കിൽ പോയാൽ, ബീച്ചിൽ പോയാൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാൽ, ബീച്ചുകളിൽ പോയാൽ, കോഴിക്കോട് ബീച്ചിൽ പോയാൽ കാണാം നൈറ്റ് ലൈഫ്. രാത്രി 2 മണിക്കും 3 മണിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും എവിടുന്ന പരിസരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലാത്ത തൊഴിലിടങ്ങളിൽ നിന്ന് ദീർഘമായ സമയം കാണാൻ കഴിയാത്ത കാഴ്ചകൾ എല്ലായിടത്തും വ്യാപകമാകുന്നു. അല്ലേ? കൺസെന്റ് മതി, കൺസെന്റ് മതി, അനുവാദം മതി. കൺസെന്റ് ഉണ്ടെങ്കിൽ ചെയ്ത, അനുവാദം ഉണ്ടെങ്കിൽ ചെയ്ത. എന്ത് വൃത്തികേടാണ് പഠിപ്പിക്കുന്നത്? അല്ലേ? എന്ത് വൃത്തി! ഇതൊക്കെയാണ് പരിഷ്കാരം, ഇതൊക്കെയാണ് പരിഷ്കാരം. അപരിഷ്കൃതം എന്നാലോ ഇതിനൊക്കെ വിരുദ്ധമായത് അപരിഷ്കൃതം. അല്ലേ? +1 വിദ്യാർത്ഥി അധ്യാപകനെ മുഖത്ത് നോക്കി പുറത്തിറങ്ങിയ കൊന്നിടുന്നു പറഞ്ഞത്. അല്ലേ? കുട്ടി ഖേദം പ്രകടിപ്പിച്ചു. ശരിയാവട്ടെ, നല്ല കാര്യം. നമ്മൾ ആ കുട്ടിയെ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയാൽ, പ്രത്യേകിച്ചൊരു ഹൈസ്കൂൾ കഴിഞ്ഞൊരു ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ ഇതിന് സമാനമായ കാഴ്ചകളാണ് കാണുന്നത്. ഇതിന് സമാനമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തൊരു രീതികളാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. എല്ലാവിധ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാവിധ വൃത്തികേടുകളും വ്യാപകമാകുന്ന ഒരു കാലത്താണ്. ഡേറ്റിംഗ് ആപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫോണിൽ ഇങ്ങനെ പരസ്യം വരും, ഡേറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങൾ. അതിൽ അത്തരം ആപ്പുകളിൽ ജോയിൻ ചെയ്ത ഇഷ്ടമുള്ള സ്ത്രീകളെ, ഇഷ്ടമുള്ള പുരുഷന്മാരെ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എത്രമേൽ. പ്രവാചകന്റെ ഒരു വാചകമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകമുണ്ട്. എന്തറിയോ? വല്ലദീ നഫ്സി ബിയദിഹി ലാ തഫ്ന ഹാദിഹിൽ ഉമ്മത്തു ഹത്താ യഖൂമ അർ-റജുലു ഇലൽ മർഅ. ഈ ഉമ്മത്തിന്റെ അവസാനം ഉണ്ടാവുകയില്ല. എന്താ? ഈ തരത്തിലുള്ള പുരുഷൻ സ്ത്രീയോട് ആവശ്യം ഉന്നയിക്കും. ഫയഫ്തരിശഹാ ഫിത്ത്വരീഖ്, വഴിയിൽ കടന്നവർ വ്യഭിചരിക്കും. വഴിയിൽ കടന്നവർ വ്യഭിചരിക്കും. ഫയകൂനു ഖിയാറുഹും യൗമഇദിൻ മൻ യഖൂൽ ലൗ. ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ ആരാണെന്നറിയാമോ? ലൗ വറൈതഹാ വറഅ ഹാദൽ ഹൈദ്. നിങ്ങൾ ഈ ചെയ്യുന്നത് ആ മതിലിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ചെയ്യോ എന്ന് ചോദിക്കുന്നവനായിരിക്കും അന്ന് മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ. അത്രമേൽ ഇത് വ്യാപിക്കും. ഒരു മിംഗ്ലിങ്ങിനൊന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല.
ഒരു സ്ത്രീ പുരുഷ സൗഹൃദത്തെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചോദ്യം ചെയ്യാൻ പാടില്ല. കല്യാണം കഴിക്കണമെങ്കിൽ 21 കഴിയണം, 25 ആയാൽ മതി എന്ന് പറയും. ലിവിംഗ് ടുഗദറിന് 18ഉം 17ഉം വയസ്സായ പറ്റും. ഒളിച്ചോടാൻ 16 വയസ്സുകാരി ഒളിച്ചോടിയാലും അതവിടെ ന്യായീകരിക്കപ്പെടും. പ്രണയം 15 വയസ്സുകാരനും 15 വയസ്സുകാരും പ്രണയിച്ചാലും അതിനിവിടെ ഭയങ്കരമായ സ്വീകാര്യത കിട്ടും. കല്യാണത്തിന് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. അത്രമേൽ വ്യഭിചാരത്തിന്റെ എല്ലാ തലങ്ങളും വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ കൊലപാതകങ്ങൾ നിരന്തരമായി നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, കാലത്തെ പഴിക്കുകയല്ല, സമൂഹത്തെ ആക്ഷേപിക്കുകയല്ല, ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് സ്വയം ഒന്നിങ്ങനെ ചിന്തിക്കാൻ ഇത്തരം സംഭവ വികാസങ്ങൾ ഉപകാരപ്പെടണം. തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നതോടൊപ്പം നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതം നന്മയുടെ വഴിയിൽ, നേരിന്റെ മാർഗത്തിൽ, തഖ്വയുടെ ഈമാനിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നിരന്തരമായ കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ച് പ്രവചിച്ച അതേ സംഭവ വികാസങ്ങളോടൊപ്പമാണോ നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവപൂർവം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. മഹാനായ അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. സമിഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് കേട്ടു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽഹരീറ വൽഖംറ വൽമആസിഫ്. എൻ്റെ സമുദായത്തിന്റെ ഒരു കാലം വരും, അന്ന് യസ്തഹില്ലൂന, ആളുകൾ അനുവദനീയമാക്കും, അൽഹിറ വൽഹരീറ വൽഹരീറ വൽഖംറ വൽമആസിഫ്, വ്യഭിചാരവും പട്ടും മദ്യവും സംഗീതോപകരണങ്ങളും അനുവദനീയമാക്കുന്ന ഒരു കാലം വരാനുണ്ട്. അത് ഈ ഉമ്മത്തിന് ഹറാമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളല്ല. പട്ടുപുരുഷന്മാർക്ക് ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ് ഈ സമുദായത്തിൽ, മദ്യം ഹറാമാണ്, വാദ്യോപകരണങ്ങൾ ഹറാമാണ്. ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്ന പലർക്കും ഈ വാചകത്തിൽ ഒരു പുതുമ തോന്നിയേക്കാം. സംഗീതത്തെ മതം നിരോധിച്ചിട്ടുണ്ടോ? വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള പാട്ടുകൾ കേൾക്കാൻ പാടുണ്ടോ? ആസ്വദിക്കാൻ പാടുണ്ടോ? മതം നിഷേധിച്ചതാണ്, നിരോധിച്ചതാണ്. പക്ഷേ നമ്മുടെ ആളുകളുടെ വീട്ടിനകത്തും ജീവിതത്തിലും മതവേദികളിൽ വരെ അത്തരം സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രണ്ടും ഒരു തരം ലഹരിയാണ്. മദ്യവും ലഹരിയാണ്. മദ്യം എന്ന് പറഞ്ഞാൽ കുല്ലു മുസ്കിരിൻ ഖംർ, മനുഷ്യന് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യം. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. അതുപോലെ മറ്റൊരു ലഹരിയാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. അതിനെയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിരോധിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞ ലഹരി ഇവിടെ വ്യാപിക്കാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ലഹരി ഇവിടെ വ്യാപിക്കാൻ കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ, ചെറുപ്പക്കാരെടുത്ത് പരിശോധിച്ചാൽ മദ്യം മാത്രമല്ല, മദ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്, എല്ലാ സ്ഥലത്തും റേഷൻ കടകൾ ഉള്ളതുപോലെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ മദ്യഷോപ്പുകൾ തുറക്കപ്പെടുന്നത്. ഇതൊരു ഗതികേടാണ്. ഒരു സമുദായത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടാണോ എല്ലാ കാലത്തെയും, ഇതൊരു പ്രത്യേക കാലത്തല്ല, എല്ലാ കാലത്തെയും ഭരണകൂടങ്ങൾ വരുമാനമുണ്ടാക്കേണ്ടത് അല്ലേ? കടുത്ത വൈരുദ്ധ്യമല്ലേ? അതിന് പുറത്താണ് രാസലഹരിയും MDMA പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെയും ഉപയോഗം. അതേപോലെയാണ് സംഗീതോപകരണങ്ങൾ. ലഹരിയേക്കാൾ മാരകമാണ് സംഗീതമെന്ന് DJ-കളിൽ ഡാൻസ് ചെയ്യുന്ന ആളുകളെ നിരീക്ഷിച്ചാൽ മനസ്സിലാകാൻ പറ്റും. എന്തൊരു തരം ചേഷ്ടകളാണ് കാണിച്ചു കൂട്ടുന്നത്. കുട്ടികളോട് ഒരുപാട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്ക് ദീനിനൊപ്പം സഞ്ചരിക്കുന്നിടത്തെ സഹോദരങ്ങളെ വിജയം ഉണ്ടാവുള്ളൂ. ദീനിനൊപ്പം സഞ്ചരിക്കുന്നിടത്തെ വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാത്തിടത്ത് നമുക്ക് വിജയമുണ്ടാവില്ല. അള്ളാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെടും. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സയകൂനു ഫി ആഖിരി സമാനി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖ്.
ഈ ലോകത്തിന്റെ ഈ സമുദായത്തിന്റെ അവസാന നാളുകളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഈ ഉമ്മത്ത് വിധേയരാകും. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. ഭൂകമ്പങ്ങൾ ഉണ്ടാകും, അല്ലേ? നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തോ ആകട്ടെ, ആ പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. നബിയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ എപ്പോഴാണ് ഇത് ഉണ്ടാവുക, എപ്പോഴാണ് ഇത് സംഭവിക്കുക? നബി പറഞ്ഞെന്നറിയോ? വാദ്യോപകരണങ്ങൾ കൂടുതൽ, സംഗീതോപകരണങ്ങൾ കൂടുതൽ പ്രകടമാകുമ്പോ, പാട്ടുപാടി നൃത്തം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുമ്പോ, ഈ വക പരീക്ഷണങ്ങളെ, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്ന അല്ലാഹുവിന്റെ ശിക്ഷകളെ നിങ്ങൾ ഭയപ്പെടണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒറ്റവാചകം, പരീക്ഷണത്തിന്റെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോ, വ്യഭിചാരം പെരുകുമ്പോ, ലഹരി വ്യാപിക്കുമ്പോ, ദീന് കച്ചവടം ചെയ്യുമ്പോ, യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ജൂത ക്രൈസ്തവ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്ത് തിരിഞ്ഞു നടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകൻ ഈ കാലത്ത് ഏതെങ്കിലും ഒരു വിശ്വാസി നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ മരണം അവന്റെ അടുത്തേക്ക് വരട്ടെ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനായി കൊണ്ടായിരിക്കണം അവന്റെ മരണം. നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. പരലോകം വരാനുണ്ട് എന്നത് മറന്നു പോകാതിരിക്കുക. അല്ലാഹുവിലുള്ള അചഞ്ചലമായ ഈമാൻ ഉണ്ടാവുക. രണ്ടാമത്തതോ വഇൻ തസ്ബിറൂ, ക്ഷമ പാലിക്കുക. വിശുദ്ധ ഖുർആൻ ആൽ ഇംറാൻ 120 ആയത്ത്. ക്ഷമ പാലിക്കുക, നല്ല ക്ഷമ വേണം സഹോദരങ്ങളെ. വതത്തഖൂ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, പടച്ചോനെ പേടിച്ച് ജീവിക്കുക. അല്ലാഹ് കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുക. ലാ യദുറുക്കും കൈദുഹും ഷൈഅ, എന്നാർക്കും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. വിശ്വാസവും തഖ്വയും അടിയുറപ്പിച്ച് ജീവിതത്തിൽ ശക്തമായി മുറുകെ പിടിച്ച് ജീവിക്കേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത, പ്രയാസങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ശമനം നൽകുകയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.